ഏതൊക്കെ ടൂത്ത് പേസ്റ്റ് ഉണ്ടെങ്കിലും നമ്മുടെ ഐഡിയലായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ബ്രഷിങ് ഈസ് മച്ച് ഇമ്പോർട്ടൻറ്റ് ദാൻ വാട്ട് എവർ പേസ്റ്റ് വി ആർ ഇൻകോർപ്പറേറ്റിംഗ്. ഇപ്പം ബ്രഷിങ് ഐഡിയലാണെങ്കിൽ ടൂത്ത് പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആഡ് ഓൺ അഡ്വാൻറ്റേജ് ആയിട്ടേ ഉള്ളൂ, അല്ലാതെ ഇറ്റ്സ് നോട്ട് എ റീപ്ലേസ്മെൻറ്റ് ഫോർ ദി അതർ വൺ. പ്രോപ്പറായിട്ട് ആ രീതിയിൽ ബ്രഷ് ചെയ്യണമെങ്കിൽ നമ്മൾ ടൂത്ത് പേസ്റ്റ് ഇല്ലെങ്കിൽ പോലും കുഴപ്പമൊന്നുമില്ല, നല്ലവണ്ണം ഓറൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്തു പോകാം. പിന്നെ ഈ ടൂത്ത് പേസ്റ്റിൽ ആഡ് ഓൺ ഓരോ ഇൻഗ്രീഡിയൻസ് കൂടുന്നതുകൊണ്ട് അതിപ്പോൾ ഫ്ലൂറൈഡ്സ് ഒക്കെ ചിലത് ഒരു ലിമിറ്റ് വരെ പല്ലിനെ സഹായിക്കാറുണ്ട് കേട് വരാതിരിക്കാനായിട്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ ഫ്ലൂറൈഡ്സും ഫ്ലൂറൈഡ്സ് മസ്റ്റായിട്ട് വേണം ഒരു നിർബന്ധവും ഇല്ല. നമ്മൾ പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഒരു സംഭവമാണ്, സോഷ്യൽ മീഡിയ ഹെൽത്ത് ടിപ്സിലൊക്കെ കാണുന്ന ഒരു സംഭവമാണ് ഈ രാവിലെ പല്ല് തേക്കാതെ കുറച്ച് വെള്ളം കുടിക്കുക, വായിലെ ഹെൽത്തിയായ ബാക്ടീരിയ ഉണ്ടാവുക, നമുക്ക് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസ് ഇങ്ങനെ വരാറുണ്ട്. അതിലൊക്കെ എന്തെങ്കിലും വസ്തുതയുണ്ടോ? അതിലിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നതിനകത്ത് അതൊന്നും 100% നമുക്കത് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇപ്പം നമുക്ക് ഇപ്പം നമ്മുടെ ഇതിനകത്ത് പറയുമ്പോൾ നമ്മുടെ ആർട്ടിക്കിൾസും സ്റ്റഡീസും അതിനകത്ത് വന്നിട്ട് പിന്നെ ടെക്സ്റ്റ് ബുക്സും ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും കുട്ടികളെ പഠിപ്പിക്കുന്നതും പൊതുജനങ്ങൾക്ക് നമ്മൾ അറിവ് പകരുന്നതും. അതിനകത്ത് ഇപ്പം രാവിലത്തത് ഇപ്പം നമ്മുടെ രാത്രി ഉറങ്ങുക എന്ന് പറയുമ്പോൾ നാച്ചുറലി ഒരു ഉമിനീരിൻ്റെ അളവ് കുറവായിരിക്കും ഉറങ്ങുമ്പോൾ. പിന്നെ ഈ ഉമിനീര് പല്ലുകളിൽ പറ്റിപ്പിടിച്ചിട്ട് അത് ഉണങ്ങുമ്പോൾ അതിലുള്ള പ്രോട്ടീൻസും കുറച്ച് കാർബോഹൈഡ്രേറ്റ്സും ഇതെല്ലാം ഈ പല്ലിൽ പിടിച്ചിരിക്കും. നാച്ചുറലി അതിൽ മൈക്രോ ഓർഗാനിസംസ് ഇപ്പം നമ്മൾ ബ്രഷ് ചെയ്ത് ഉറങ്ങുകയാണ്, അപ്പോൾ ബാക്ടീരിയ അളവ് കുറവായിരിക്കും. ബ്രഷ് ചെയ്യാതെ ഉറങ്ങുകയാണെങ്കിൽ ഈ ബാക്ടീരിയ അളവ് നാച്ചുറലി അതിനകത്ത് പെരുകും. അപ്പോൾ നോർമലി രാവിലെ നമ്മൾ ബ്രഷ് ചെയ്യാതെയാണ് യൂസ് ചെയ്യണമെങ്കിൽ ഈ ബാക്ടീരിയ വീണ്ടും, കാരണം ഇത് റെസ്റ്റ് പീരീഡ് ആയാലും ബാക്ടീരിയൽ ഗ്രോത്ത് നടക്കും, അതുകൊണ്ട് രാവിലെ ബ്രഷ് ചെയ്യണം. ഇപ്പോൾ അശ്വിൻ ചോദിച്ച പോലെ ഈ പല്ല് തേക്കാതെ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇന്നേറ്റീവ് ആയിട്ടുള്ള മൈക്രോ ഓർഗൻസും നമ്മുടെ ബോഡിയിലുണ്ട്, പക്ഷേ ഈ പത്തോജൻസ് ആയിട്ടുള്ളതുണ്ട്. വായിൽ കേടുണ്ട്, മോണരോഗമുണ്ട്, അങ്ങനെയാണെങ്കിൽ ഡിഫറെൻറ്റ് മൈക്രോബിയൽ ഫ്ലോറയാണ് വായിക്കാത്തുള്ളത്. അത് നമ്മൾ ഇൻജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് വേണമെങ്കിൽ അസുഖം വരാം. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നല്ലത് ബ്രഷ് ചെയ്യുന്നുള്ളതാണ്. കാരണം മൈക്രോ ഓർഗൻസ് എത്രയും കുറവായിരുന്നു അത്രയും നമ്മുടെ ഇന്നേറ്റീവ് ആയിട്ടുള്ള മൈക്രോ ഓർഗൻസ് ആയിരുന്നാലും അത് പത്തോജനായിട്ട് മാറാൻ നമ്മളെ ഇമ്മ്യൂണിറ്റി കുറവാണെങ്കിൽ ഇപ്പോൾ ഒരു ഫീവർ ഉണ്ടാകുന്ന സിറ്റുവേഷൻ പോലെ ആയിരിക്കില്ല, ഫീവറെല്ലാം ഹെൽത്തി ആയിരിക്കുന്ന സമയത്തുള്ളതിൽ. അപ്പോൾ ബ്രഷ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് 2 നേരം രാവിലെയും വൈകിട്ടും ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ്. ഏത് ഏജ് മുതലാണ് ഫ്ലൂറൈഡ്സ് ഉള്ള പേസ്റ്റ് യൂസ് ചെയ്യേണ്ടത്? കുട്ടികൾക്ക് അധികം വേണ്ടെന്നൊക്കെ പറഞ്ഞു. കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ ഇൻജസ്റ്റ് ചെയ്യുക ഒരു പേസ്റ്റൊക്കെ ചിലപ്പം അവർ ഉള്ളിലോട്ട് പോകും. അപ്പോൾ ഈ ഫ്ലൂറൈഡ് ബോണിൽ ഇതുപോലെ ഫ്ലൂറോസിസ് ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചിൽഡ്രനിൽ വളരെ പെർസെൻറ്റേജ് കുറവുള്ള ഫ്ലൂറൈഡ്സ് റെക്കമെൻഡ് ചെയ്യുന്നത്. ആദ്യമൊക്കെ ഫ്ലൂറൈഡ്സ് കാരീസിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യും, പക്ഷേ അതിനുപരി ബോണിന് ഡാമേജ് വരുത്തുന്നതാണെങ്കിൽ പിന്നെ അതിലോട്ട് കൂടുതൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. ആ ഒരു പെർസെൻറ്റേജ് വെച്ചിട്ടാണ് സാധാരണ കുട്ടികൾക്കും അഡൽട്ട്സിലും ഒക്കെ നമ്മൾ ഫ്ലൂറൈഡിൻ്റെ ഏത് ഏജാണ് അത്? പല്ല് പുറത്ത് വന്നു കഴിഞ്ഞ തൊട്ട് വി ഹാവ് ടു ബ്രഷ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലൂറൈഡ് ഉള്ളത് ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ ഫ്ലൂറൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻജസ്റ്റ് ചെയ്ത് ഉള്ളിൽ ചെന്നിട്ട് ഫ്ലൂറോസിസ് വന്നിട്ട് ഇനാമലിലും ബാക്കിയുള്ളത് സ്ട്രെങ്തൻ ചെയ്യുന്നതുകൊണ്ട് പുറമേ നിന്ന് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് അതിനകത്ത് ഇംബൈബ് ചെയ്തിട്ട് അതിനകത്ത് ഫ്ലൂറൈഡ് ഇത് വരുമ്പോൾ കുറച്ച് സ്ട്രെങ്ത് കൂട്ടാറുണ്ട്. അത് ഡിപ്പെൻസ്. ഇപ്പോൾ ഒരു ഹാബിച്വലായിട്ട് കേട് ആദ്യമേ കണ്ടു തുടങ്ങുന്നൊരു കുട്ടികളിലാണ് ഫ്ലൂറൈഡ് ആപ്ലിക്കേഷൻ ഗുണം ചെയ്യും. എല്ലാവർക്കും വേണമെന്നില്ല. ഇപ്പോൾ അവർ ബ്രഷിങ് ഹാബിറ്റൊക്കെ ഉണ്ടെങ്കിൽ ഈ ഫ്ലൂറൈഡ് കൂടുതൽ ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ടീത്തിൻ്റെ സ്ട്രെങ്ത് അതുപോലുള്ള കാര്യങ്ങൾ അത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. ടീത്തിൻ്റെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടീത്ത് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇനാമൽ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് റിപ്പയർ ചെയ്യാൻ പറ്റുന്നതല്ല. അത് ഇപ്പോൾ ജീൻസ് ഇൻവോൾവ് വന്നിട്ട് ഈ മാട്രിക്സ് ഫോം ചെയ്തിട്ട് അതങ്ങ് കാൽസിഫൈ ചെയ്ത് ഹാർഡായി ഇറ്റ് വിൽ ബി മച്ച് ഹാർഡർ ദാൻ ബോൺ ആകുന്നതാണ്. അപ്പോൾ അതൊക്കെ വളരെ നേരത്തെ ഉണ്ടാകും. അതിനുശേഷം ആ ഇനാമലിൻ്റെ ഫോർമേഷൻ നടക്കുന്ന സമയത്ത് തന്നെ ക്രൗൺ ഫോർമേഷനും ഉണ്ടാകാറുണ്ട്. ക്രൗൺ എന്ന് പറയുന്നത് ഈ നമ്മൾ പുറമേ കാണുന്ന പല്ലിൻ്റെ ഇതാണ് ക്രൗൺ. റൂട്ട് എന്ന് പറയുന്നത് നമ്മൾ പുറമേ കാണാറില്ല, എല്ലിനുള്ളിലായിരിക്കും ഇരിക്കുന്നത്.
അപ്പം ഈ പല്ല് പുറത്തോട്ട് വരുന്ന സമയത്ത് റൂട്ട് കംപ്ലീറ്റ് ആകില്ല. റൂട്ട് കംപ്ലീഷൻ അഗെയിൻ ഇറ്റ് ടേക്സ് അനദർ ഇപ്പം ഒരു റൂട്ടുള്ളതുണ്ട്, 2 ഉള്ളതുണ്ട്, 3 വരെ ഉള്ളതുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ടൈം വേരിയേഷൻസ് ഉണ്ട്. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 1.5 ഇയേഴ്സ് തൊട്ട് 2.5 വർഷം വരെ എടുക്കാറുണ്ട് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വരാനായിട്ട്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ടൂത്തിൻ്റെ ഏജും അതും ഇത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള മിനറലൈസേഷനൊക്കെ ഈ ഫോർമേഷൻ ടൈമിലാണ് ന്യൂട്രീഷൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ഇപ്പോൾ പല്ല് വായിൽ എറപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ന്യൂട്രീഷൻ കൊടുത്തിട്ട് കാര്യമില്ല. കാരണം അതിനകത്ത് ന്യൂട്രിയൻസിൻ്റെ റോള് വളരെ കുറവാണ്. കാരണം ഈ പിന്നെ ഉമിനീരിലൂടെയൊക്കെ അബ്സോർബ് ചെയ്ത് പല്ലിലോട്ട് ചെല്ലുന്നത് ഇതൊക്കെ ഉള്ളൂ. അല്ലാതെ പല്ല് ഫോം ചെയ്യുമ്പോൾ ഉള്ള കാൽഷ്യവും ഫോസ്ഫറസും അതുമൊക്കെ ഈ ന്യൂട്രീഷനിലൂടെ ചെന്നാൽ മാത്രമേ അത്രയും നല്ല രീതിയിലുള്ള അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ആ ഡിഫക്റ്റ് നാച്ചുറലി ഇല്ല. അല്ലാതെ ഇപ്പം പല്ല് കേടുവന്നതെന്ന് പറഞ്ഞാൽ ന്യൂട്രീഷൻ കൊടുത്തിട്ട് കാര്യമില്ല. ന്യൂട്രീഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ന്യൂട്രീഷനിൽ ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ പല്ല് കാൽഷ്യം, ഫോസ്ഫറസ്, മറ്റ് മിനറൽസും ഒക്കെ ഇതിന് കാൽസിഫിക്കേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ സപ്ലിമെൻറ്റ്സ് ആയിട്ടുള്ള ന്യൂട്രീഷ്യൻസും ഇതുമെല്ലാം ഫോർ ദി നോർമൽ ഇഫ് ദ മദർ ഇസ് നല്ല ഹെൽത്തി ആണെങ്കിൽ ഡെഫിനറ്റ്ലി ത്രൂ ദ മദർ ദ ചൈൽഡ് വിൽ ഗെറ്റിംഗ് ദ എല്ലാ ന്യൂട്രീഷ്യൻസും കിട്ടാറുണ്ട് അറ്റ് ദി എക്സ്പെൻസ് ഓഫ് ദി മദർ. ഈവൻ ഇപ്പം മദറിന് ഒരു ചെറിയ ഡെഫിഷ്യൻസി ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ മദറിൻ്റെ സോഴ്സസ് നിന്ന് അത് യൂട്ടിലൈസ് ചെയ്ത് ആ കുട്ടിയെ എടുക്കാറുണ്ട്. വളരെ ഡിഫക്റ്റീവായിട്ടുള്ള ഇപ്പോൾ എന്തെങ്കിലും എൻസൈംസിൻ്റെ കുറവോ മറ്റെന്തെങ്കിലും ഡെവലപ്പിങ്ങിൽ വരികയാണെങ്കിൽ മാത്രമേ ഇതിനകത്ത് വേരിയേഷൻസ്, അല്ലെങ്കിൽ നോർമലി ഇതിനകത്ത് അങ്ങനെ വലിയ കുഴപ്പങ്ങൾ വരാറില്ല. പിന്നെ അസുഖങ്ങൾ, അതാണ് വേറൊരു ഫാക്ടർ. ഇപ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന അസുഖങ്ങൾ എല്ലാ അസുഖങ്ങളിലല്ല, ചില വൈറസ് ഡിസീസസൊക്കെ അത് കുട്ടിയുടെ വളർച്ചയെ പല്ലിനെ കൂടെ ബാധിക്കുന്നതുണ്ട്. പിന്നെ ഈ RH ഇൻകമ്പാറ്റബിലിറ്റി, ബ്ലഡ് ഗ്രൂപ്പ് വേരിയേഷൻസ്, അതുമൊക്കെ ഇതിനകത്ത് ചേഞ്ചസ് വരുത്താറുണ്ട്. പിന്നെ ചില ഡ്രഗ്സ് മദർ യൂസ് ചെയ്യുന്ന ചില ഡ്രഗ്സ് ചിലപ്പം പ്ലാസൻ്റ ക്രോസ് ചെയ്ത് കുട്ടിയിലോട്ട് ചെല്ലുന്നുണ്ടെങ്കിൽ അതും പല്ലിൽ ഡിസ്കളറേഷൻസ് വരുത്താറുണ്ട്. ഇതെല്ലാം അതർ ഫാക്ടേഴ്സാണ്, എൻവയോൺമെൻറ്റ് ജീൻസ് അല്ലാതെ വരുന്ന ഫാക്ടേഴ്സാണ്. മരുന്നിന്റെ കേസ് പറഞ്ഞപ്പോഴത്തേക്കും ഈ പ്രായമാകുമ്പോഴത്തേക്കുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ഇപ്പം സ്ഥിരമായി ഡെയിലി ഇൻടേക്ക് ഡയബറ്റീസ് അതുപോലുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ അത് പല്ലിന്റെ ഹെൽത്തിനെ എന്തെങ്കിലും രീതിയിലാണ്? അതെ, പല്ല് ഒരിക്കൽ ഫോം ചെയ്ത് പറഞ്ഞാൽ ബൈ ദ ടൈം ഒരാളുടെ ലാസ്റ്റ് ടൂത്ത് വിസ്റ്റം ടൂത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ 18 ഇയേഴ്സ് പറയുന്നുണ്ട്. അതിൻ്റെ റൂട്ട് ഫോർമേഷൻ ബൈ 18 to 21 ഇയേഴ്സ് കൊണ്ട് അത് കംപ്ലീറ്റ് ആയി. പിന്നെ നമ്മൾ ആഡ് അറൗണ്ട് സപ്ലിമെൻറ്റ്സ് ആയിട്ട് പല്ല് വളരുന്നതിനോ ഇതിനോ ഒന്നും ഉപകരിക്കുന്നതല്ല. പിന്നെ നമ്മുടെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സാണ്, പല്ല് കേട് വരിക, മോണരോഗങ്ങൾ വരിക, മറ്റെന്തെങ്കിലും ഇത് വരുന്നതാണ് ഇതിനകത്ത്. പിന്നെ തേയ്മാനവും ഇതൊക്കെയാണ് ഏജ് അഡ്വാൻസ് ചെയ്യുമ്പോൾ പല്ലിലുണ്ടാകുന്ന ചേഞ്ചസ്. അല്ലാതെ പിന്നെ ഒരു ന്യൂട്രീഷണൽ ഇൻസഫിഷ്യൻസി കൊണ്ട് പല്ലിനൊരു പ്രോബ്ലം വരാറില്ല. ഡോക്ടർ, നമ്മൾ ഈ ട്രഡീഷണലി പല്ല് തേക്കാനായിട്ട് ഉമിക്കരി, ഉപ്പ്, പിന്നെ പൽപ്പൊടി അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് വന്നിരുന്നു. പിന്നീട് നമ്മൾ അത് വളരെ മോശമാണെന്നും പറയുന്നു പേസ്റ്റിലേക്ക് കംപ്ലീറ്റ്ലി. അതിൻ്റെ മെയിനായിട്ടുള്ള അബ്രസീവായിട്ടുള്ള ഇപ്പോൾ തരി പോലത്തെ എന്ത് ഉപയോഗിച്ചാലും നാച്ചുറലി നമ്മുടെ പല്ലിൽ ഇപ്പം നമ്മുടെ ഭക്ഷണത്തിലൂടെ തേയ്മാനം വരുന്നുണ്ട്. അപ്പോൾ ഭക്ഷണത്തിലുള്ള തേയ്മാനം നമുക്ക് മേക്കൗട്ട് ചെയ്യാൻ പറ്റും. ഈ പല്ല് തമ്മിൽ കോണ്ടാക്റ്റ് വരുന്ന അടുത്തായിരിക്കും തേയ്മാനം. ഏകദേശം ബ്രഷിങ് കൊണ്ട് നമ്മുടെ പല്ലിന് ഉപരിതലത്തിലുള്ള അവിടെ ആയിരിക്കും നല്ല. ചിലവരുണ്ട് ഭയങ്കര ഫോഴ്സ് ഉപയോഗിച്ചൊക്കെ ബ്രഷ് ചെയ്യും, അവർ വിചാരിക്കും അത് ആയിരിക്കും കൂടുതൽ. പക്ഷെ ആ ഫോഴ്സ് ഉപയോഗിക്കുന്നതനുസരിച്ചിട്ട് തേയ്മാനം വരെയാണ് കൂടുതലുണ്ടാകുന്നത്. അപ്പം പൽപ്പൊടി എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല ഈ പേസ്റ്റ് രൂപം എന്ന് പറയുമ്പോൾ അതിനകത്ത് ക്രിസ്റ്റൽസോ മറ്റൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ തേയ്മാനം കുറവായിരിക്കാം. പിന്നെ മെത്തേഡ് ഓഫ് ബ്രഷിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഇങ്ങനത്തെ മൂവ്മെൻറ്റും അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റും ഡെഫിനറ്റ്ലി അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് നല്ലത് റാദർ ദാൻ ഹൊറിസോണ്ടലി തേക്കുന്നത്. പണ്ട് തന്നെ ആൾക്കാർ ഉമിക്കരി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഉമിക്കരി എന്ന് പറയുമ്പോൾ അവർക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. ഇപ്പോൾ ഈ പിന്നെ ഉള്ള ജനറേഷൻസും പിന്നെ കാണാറുള്ള ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റിൽ അവർക്കൊരു എന്തെങ്കിലും ഇട്ട് ഉമിക്കരി ഇട്ട് അങ്ങ് തേച്ച് കഴിയുമ്പോൾ അവർക്കൊരു പല്ല് വൃത്തിയായി എന്നുള്ളത്. ആക്ച്വലി ഇത് കുറച്ചൊരു അബ്രസീവാണ്. ഈ അബ്രഷൻ കൊണ്ട് തനിയൊരു ഫീലിംഗാണ്. കാരണം ഇതിനകത്തുള്ള ഒരു മ്യൂക്കസ് ചെറിയൊരു ലെയർ ഇപ്പോൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പല്ലിൻ്റെ ഒരു തരത്തിൽ ഉമിനീരെന്നുള്ള ഒരു ഇത് കാണും. അത് ഹെൽപ്പിംഗ് ആണ്, അത് ദോഷം ചെയ്യുന്നതല്ല. പക്ഷേ ആൾക്കാർക്കൊരു തോന്നലുണ്ട് അതുകൂടെ അങ്ങ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിരിക്കും എന്നുള്ള ആ ഒരു ഫീലിംഗാണ്. അതുകൊണ്ട് അബ്രസീവായിട്ടുള്ളത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്.
അത് പറഞ്ഞപ്പോൾ ഈ മൗത്ത് വാഷും ആളുകൾ ധാരാളം സ്ഥിരമായി യൂസ് ചെയ്യുന്നു, നന്നായിട്ട് ക്ലീൻ ആയിക്കോട്ടെ എന്നുള്ളൊരു. അതാണ് ഇപ്പം ഇപ്പം മൗത്ത് വാഷ് ഇപ്പം നമുക്ക് അതിന് കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പം അവർക്ക് ചിലർക്കൊരു സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷനാണ് മൗത്ത് വാഷ് യൂസ് ചെയ്യുമ്പോൾ ഒരു ഫ്രഷ്നെസ് വായിക്കകത്ത് വന്നിട്ടുണ്ട്. മിൻ്റൊക്കെ ഉപയോഗിച്ചിട്ട് വരുമ്പോഴുള്ളതും എല്ലാം ഇതുണ്ട്. അത് അസുഖമുള്ളവർക്ക് അത് ഉപകരിക്കും, അല്ലാത്തവർക്ക് ഇതൊരു റെഗുലറായിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നിങ്ങൾ പല്ല് 2 നേരം ബ്രഷ് ചെയ്തില്ലെങ്കിലും മോണ ബ്രഷ് ചെയ്യണം എന്ന് പറഞ്ഞു. അതിന് മാസേജിങ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. മാസേജ് ചെയ്യുക, ബ്രഷ് ചെയ്യുക. അപ്പോൾ അത് ഡിപ്പെൻസ് ഓൺ സിറ്റുവേഷൻ. ഇപ്പോൾ ചിലർക്കാണെങ്കിൽ മോണയുടെ അസുഖം വരാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കാം, ഫുഡ് ലോഡ്ജ്മെൻറ്റും ബാക്കി ഫുഡൊക്കെ ഇടയ്ക്ക് വരിക. അപ്പോൾ അവർക്ക് മോണയ്ക്ക് ഇൻഫ്ലമേഷൻ എപ്പോഴും വരാനുള്ളതുണ്ടെങ്കിൽ അത് കുറയ്ക്കുന്നതിന് മോണയിലൂടെ മാസേജ് ചെയ്യാനായിട്ട് പറയാറുണ്ട്. ഇൻ്റർഡെൻ്റൽ ഫ്ലോസിംഗ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ചിലർക്ക് പല്ലിൻ്റെ ഇട വൃത്തിയാക്കാനായിട്ട് പറയാം. അപ്പോൾ ഇൻ്റർഡെൻ്റൽ ബ്രഷസും ഫ്ലോസും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ഹെൽത്തിയർ ആയിരിക്കും. അല്ലെങ്കിൽ ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലീഡിങ്ങോ അതൊക്കെ വരാനുള്ള ടെൻഡൻസി വരും. നേരത്തെ ചോദിച്ച ഈ മരുന്നുകളുടെ ഉപയോഗം കൊണ്ട് പല്ലിന് എന്തെങ്കിലും ദോഷം സംഭവിക്കുന്നു സ്ഥിരമായി യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഈ ചൂട് ചായ കുടിക്കുന്ന ശീലം അങ്ങനത്തെ വരുമ്പോഴത്തേക്കും ഓർഡിയസ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്? ഇപ്പോൾ നമ്മുടെ എപ്പോഴും നമുക്ക് ടോളറേറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറിലുള്ളതായിരിക്കുമല്ലോ യൂസ്. ഇപ്പോൾ അധിക ടെമ്പറേച്ചർ ആയിക്കഴിഞ്ഞാൽ മറ്റ് ഇപ്പം ദേഹത്ത് പൊള്ളൽ വരുന്ന രീതിയിൽ വാക്കകത്തും നാക്കിലും ഒക്കെ പൊള്ളലും ടേസ്റ്റിൻ്റെ ഓൾട്രേഷൻസൊക്കെ വരും. ഇപ്പം നമ്മുടെ ടേസ്റ്റ് ബഡ്സൊക്കെ ഈ നാക്കിൻ്റെ പുറത്തുള്ളതാണ്. അതൊക്കെ പെട്ടെന്ന് ഈ ചൂടും എക്സ്ട്രീം ആയിട്ടുള്ള എന്ത് വന്നു കഴിഞ്ഞാലും അതങ്ങ് ഡിസപ്പിയർ ചെയ്യും ആദ്യം. അത് പക്ഷേ അവിടുന്ന് തന്നെ റീഫോം ചെയ്യും. അതുകൊണ്ട് അത് കുറച്ച് സമയത്തേക്ക് ചിലപ്പം ചൂട് ചായ കുടിച്ചിട്ട് മറ്റെന്തെങ്കിലും ചോദിച്ചാൽ ഒന്നും അറിയാൻ പറ്റാതെ വരുന്നത്, മധുരമായിരുന്നാലും ഇതായിരുന്നാലും. ചൂട് തട്ടിയെന്ന് പല്ലിന് ടോളറേറ്റ് ചെയ്യാന്നുള്ളത് ഈ പറഞ്ഞ രീതിയിൽ. പല്ലിന് ഇപ്പോൾ സെൻസേഷൻ എന്ന് പറഞ്ഞാൽ പല്ല് വഴി നമുക്ക് കിട്ടുന്ന പെയിനിന് ഒരു സെൻസേഷനോ ടച്ചോ മറ്റ് ഫീലിങ്ങോ അങ്ങനെ പല്ല് വഴി അങ്ങോട്ട് സെൻസ് പോകുന്നില്ല. അപ്പോൾ നമുക്ക് ചൂട് എന്ന് പറഞ്ഞ് എക്സ്ട്രീം ആണെങ്കിൽ നമുക്ക് പെയിനായിരിക്കും സെൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ പെയിൻ എന്ന് പറയുന്നത് റിവേഴ്സിബിളാണ്. എപ്പോഴും തിരിച്ചതങ്ങ് മാറുമ്പോൾ അതങ്ങ് തിരിച്ചങ്ങ് പഴയ പോലെ ആകും. അതുപോലെ മിക്സഡ് ഒപ്പീനിയൻസ് ഉള്ള മറ്റൊരു കാര്യമാണ് ഈ നാക്ക് വടിക്കുക എന്ന്. ഇപ്പോൾ മുനിസിപ്പാലിറ്റി തേക്കുന്നതിൻ്റെ കൂടെ നാക്ക് വടിക്കുന്നവരുണ്ട്, വടിക്കാത്തവരുണ്ട്. വടിക്കാത്തവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടേസ്റ്റ് ബഡ്സിനും കൂടെ ഡാമേജ് വരും എന്നൊരു സംഭവമാണ്. ശരിക്കും അതിലും ഈ പറഞ്ഞ എന്തെങ്കിലും മിസ്ഇൻഫർമേഷൻ? അതിനകത്ത് ഇപ്പം നമ്മുടെ വിഗ്രസ് ആയിട്ട് നാക്ക് ക്ലീൻ ചെയ്യരുതെന്നുള്ളത് റെക്കമെൻഡഡ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാക്കിൽ ഈ ടേസ്റ്റ് ബഡ്സ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ ഈ നാക്കിൻ്റെ ഉപരിതലത്തിൽ ചെറിയ ഇങ്ങനെ പൊട്ടു പോലെ ഇങ്ങനെ കാണാൻ പറ്റുക. അതിൽ ചിലതിലൊക്കെ ആയിരിക്കും ടേസ്റ്റ് ബഡ്സ് ഉണ്ടാകുന്നത്. ഇപ്പം നമ്മൾ വളരെ വിഗ്രസ് ആയിട്ടോ ഇതായിട്ട് നാക്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ ആ ടേസ്റ്റ് ബഡ്സ് കൂടെ ഇതിൻ്റെ കൂടെ അങ്ങ് പോവും. പിന്നെ നമ്മുടെ ഉമിനീരിനൊരു കഴിവുണ്ട് ആ ടേസ്റ്റ് ബഡ്സിനെ റീപ്ലേസ് ചെയ്യാനായിട്ടുള്ള ഈ കെമിക്കൽസ് ഉണ്ട്. അപ്പോൾ അതുവഴി ഇത് പെട്ടെന്ന് തന്നെ റീപ്ലേസ് ചെയ്ത് വരും. പക്ഷേ നമ്മുടെ ബ്രഷ് ചെയ്യുന്നതാണ് കുറെ കൂടെ ഐഡിയൽ. അതായത് ഇങ്ങനെ ഇതുപോലെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ടേസ്റ്റ് ഓൾട്ടർ ചെയ്യുന്നതിന് പകരം നമ്മൾ ബ്രഷ് ചെയ്യുകയാണെങ്കിൽ ഈ ടേസ്റ്റ് ബഡ്സിനൊന്നും വലിയ കുഴപ്പം വരാറില്ല. തങ്ങൂടെ ബ്രഷ് ചെയ്യുക. ചില ബ്രഷസിൽ ബ്രിസിൽസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ചെറിയ ചെറിയ ഇൻറ്റൻറ്റേഷൻസ് ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് നാക്ക് ക്ലീൻ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. സോഫ്റ്റ് ആയിട്ടുള്ള പൽപ്പൊടിയാണെങ്കിൽ സേഫ് ആണോ? സോഫ്റ്റ് ആയിട്ടുള്ളതാണെങ്കിൽ തരിയല്ലാത്ത ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതുപോലെ പേസ്റ്റ് നമുക്ക് ഏത് വേണമെങ്കിലും അതിനകത്ത് നമ്മുടെ ടേസ്റ്റിനകത്ത് ഏതാ തോന്നുന്നത് അതങ്ങ് ഉപയോഗിക്കാം. അപ്പം അങ്ങനെ ഒരു ബ്രാൻഡഡ് ആയിട്ട് തന്നെ വേണം എന്നൊന്നുമില്ല. പിന്നെ ചില വേരിയേഷൻസ് ആണ്. ചില ടൂത്ത് പേസ്റ്റിൽ മെഡിക്കേഷൻസ് ആഡ് ചെയ്തതുണ്ട്. അത് പർട്ടിക്കുലർ പേർപ്പസാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ പുളിപ്പുണ്ടാവും. അപ്പോൾ ഈ തേയ്മാനം കൊണ്ട് അപ്പോൾ ഈ പുളിപ്പ് മാറ്റുന്നതിന് വേണ്ടി ഇതിനകത്ത് കുറച്ച് കെമിക്കൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ മെഡിക്കേറ്റഡ് ടൂത്ത് പേസ്റ്റ് സാധാരണ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യാറുണ്ട് അവർക്ക് ആ പുളിപ്പ് കുറയ്ക്കുന്നതിന് വേണ്ടി. അപ്പോൾ അത് അങ്ങനെ ഈ സ്പെസിഫിക്കായിട്ട് പറയുമ്പോൾ മാത്രമേ അത് യൂസ് ചെയ്യാറുള്ളൂ. അല്ലാതെ ഇപ്പോൾ പുളിപ്പ് വരും എന്ന് പറഞ്ഞാൽ അത് റെഗുലറായി ഉപയോഗിക്കണമെന്നില്ല. കാരണം മെഡിക്കേറ്റഡ് ടൂത്ത് പേസ്റ്റ് ഒരു പർപ്പസ് ഉണ്ട്, അതിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം കൂടുതലും സോഫ്റ്റ് ആയിട്ടുള്ള പ്രോസസ്ഡ് ഫുഡാണല്ലോ കഴിക്കുന്നത്. അപ്പം അത് നമ്മുടെ ജോ ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യാൻ ചാൻസ്? ഡെവലപ്മെൻറ്റിന് എന്ന് പറഞ്ഞാൽ അത് ആൻസെസ്ട്രൽ ഇതിനകത്തുനിന്ന് നമ്മുടെ ജനറേഷനിലോട്ട് ഇങ്ങനെ വരുമ്പോൾ നാച്ചുറലി നമ്പർ ഓഫ് ടീത്തിൻ്റെ ഉപയോഗം കുറയുന്നതുകൊണ്ട് ലാസ്റ്റ് ടൂത്ത് ഇപ്പോഴത്തെ ഈ ബൈ ഇയേഴ്സ് ഡിക്കേഡ്സും അങ്ങനെ ഒരുപാട് മാറ്റം വരുമ്പോൾ ജോ സൈസ് ചെറുതാകുകയാണ് ചെയ്യുന്നത്.
ഇപ്പം നമ്മുടെ ആൻസസ്റ്റേഴ്സിനെ ഉപയോഗിച്ച് നോക്കുമ്പോൾ ജോസ്കാരന് നമ്മുടെ പ്രോസസ് ഫുഡിലോട്ട് മാറുകയാണ്. റഫായിട്ടുള്ള യൂസേജ് ഒന്നുമില്ല. അപ്പോൾ നമ്പർ ഓഫ് ടീത്ത് കുറയാനുള്ള ടെൻഡൻസിയും കാണുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ടൂത്ത് പലർക്കും പുറത്തോട്ട് വരാറില്ല. അത്